അമ്മ ഇതെന്തോന്നത് ചുരിദാറൊക്കെ ഗൈസ്. അമ്മ ഇപ്പൊ കുറച്ച് മോഡേൺ ഒക്കെ ആയി തുടങ്ങി കേട്ടോ. ഇത് വർഷയുടെ വരവോട് കൂടിയാണ് എന്നുകൂടെ ഞാനൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ. അതുകൊണ്ട് അച്ഛ ഇവിടെ നിൽക്കുന്നു. അച്ഛാ അമ്പലത്തിലോട്ട് പോയിട്ട് വരാവേ. അണ്ണാ നിങ്ങളുടെ അടുത്ത് ആരാണ് ചോദിച്ചത് കീറി ഉടുപ്പിന്റെ കാര്യം? വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴേച്ചാ പിന്നെ പണിയെടുക്കാൻ നേരം നമുക്ക് കോട്ട് സൂട്ട് ഇട്ട് വെക്കാൻ പറ്റുമോ? അങ്ങനെ ചോദിക്കണം. അച്ഛാ ആലോചിക്കണേ അച്ഛാ, അത് കണ്ടിട്ട് കൃത്യമായിട്ട് വിളിച്ച് ചോദിച്ചവന്റെ മനസ്സ് നോക്കണേ. ആണോ? അതുകൊണ്ടാണ് ഇന്ന് ടിപ് ടോപ്പ് ആയിട്ട് വന്നിരിക്കണത്. മാറിയാ അച്ഛാ? ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് കേട്ടാ. അണ്ണാ ഇതൊക്കെ നമ്മളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കണം. ആണ അതെന്തരെന്ന് ഓ പിന്നല്ലാണ്ട് പിന്നെ ചുമ്മാരി എന്താ ബോംബെയിൽ നമ്മളെ ചേട്ടത്തീരെ മോളെ ബോംബെയിൽ ബോംബെയിലാണ് അങ്ങനെ അവള് വിളിച്ചു പറഞ്ഞു കൊച്ചപ്പൻ വയ്യാതെ നടന്നാ പോലും വിളിക്കൂല കൊച്ചപ്പൻ. അതല്ല, ഇത് ആത്മാർത്ഥയുള്ള പണിക്കാര് ഡ്രസ് നോക്കാറില്ല. അവര് പണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ലാലക്കയും പിന്നെ ഗിരീഷനൊക്കെ ആത്മാർത്ഥമുള്ള പണിക്കാരാണ്. അവര് ഡ്രസ്സിലല്ല നോക്കുന്നത്. പിന്നെ ഡ്രസ് നോക്കിയിരിക്കുന്നവരൊന്നും പറയാനുമില്ല. അതെ അതെ അണ്ണാ ആലോചിക്കണം. അണ്ണനെ കുറിച്ച് ബോംബെയിൽ ഇരിക്കുന്ന ആൾക്കാർ വരെ ചിന്തിച്ചു തുടങ്ങി. അതെ അവള് വിളിച്ച് പറഞ്ഞു കാർത്തിക് സൂര്യയുടെ വീഡിയോ കണ്ടിട്ട് അത് കൊച്ചിക്ക് ഒരു ചെറിയ ഉടുപ്പിട്ടുണ്ടായിരിക്കും. കൊച്ചച്ച എന്തായാലും ഇനി പൊളിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞാൽ മതി മോളുടെ അടുത്ത്. ആണാ എല്ലാവരും കാണാറുണ്ടാ? എല്ലാരുടെ അടുത്തും ഒരു ഹായ് പറഞ്ഞുതരാം. ഇപ്പൊ സെറ്റ് ആക്കി തരാം നമ്മള്. ഇങ്ങോട്ട് നോക്കി ഒരു ഹായ് പറ. ഈ ഹായ് പറയുന്നല്ല നമ്മളിവിടെ പണിയാണെന്ന് പറയുമ്പോഴേ എന്റെ വീട്ടിൽ നിന്ന് എന്റെ വൈഫിന്റെ സഹോദരിയൊക്കെ പറയുന്നത് സൂര്യൻ അവിടെയാണ് ടിനി പോകുമ്പോ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിച്ചു തരണം. അല്ല ഞാനിത് അയാളോട് പറഞ്ഞതല്ല, കാര്യമായിട്ട് ഒരുപാട് സന്തോഷം. ഇല്ല ഇതുണ്ട് മറ്റേ ഈ ചാനലിലെ പരിപാടി ഉണ്ടല്ലോ, അതിലാണ് മഴവിൽ മനോരമയില അത് കാണും. അച്ഛാ ഇന്നാണ് ഇവിടെ ടൈൽസ് ഇടാൻ പോണ അല്ലെ? കഴിഞ്ഞിട്ടേ ഉള്ള. അച്ഛാ അമ്പലത്തിൽ പോയിട്ടാ ടാറ്റ. അമ്മ എന്റെ കൊല്ല്. ഇന്ന് ഒരു പൂജ ഉണ്ടെന്ന് പറഞ്ഞതാണ്. ഇന്നലത്തെ കലാപരിപാടികൾ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയപ്പോ ലേശം ലൈറ്റ് ആയിപ്പോയി. ലക്ഷ്മി ചേച്ചിയെ വിളിച്ചിട്ടുണ്ട് കേസ്. അപ്പോ ലക്ഷ്മി ചേച്ചി നമുക്ക് ഒരു ദിവസം കാണാൻ പോകണം. കണ്ടിട്ട് നമ്മുടെ ഇതുവരെയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം. എന്നിട്ട് സെറ്റപ്പ് ആവണം. എന്നിട്ടൊരു വർക്കൗട്ട് പ്ലാൻ കൂടെ നമ്മുടെ ഡയറ്റിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് ഡയറ്റിലല്ല പറഞ്ഞിട്ടുണ്ട്. മുരുകാ അമ്മ ഇതാരാ ഈ സുന്ദരി ഇരിക്കുന്നത്? അമ്മ എന്ന് പറയുമ്പോ ചുരിദാറൊക്കെ ഇട്ട് തുടങ്ങിയത്. ഒരുപാട് സമയം ഇതെവിടെന്ന് വാങ്ങിയത്? ആണോ? ഇതൊക്കെ വർഷയുടെ വരവോട് കൂടിയാണോ? പണ്ടിടുവായിരുന്നു. വർഷ വരുന്നതിൽ ഒരു കാരണം തന്നെ. പറഞ്ഞില്ലേ? അയ്യോ അവക്കിതിൽ വലിയൊരു പങ്കുണ്ട്. പക്ഷെ എനിക്കിതൊക്കെ കാണുമ്പോ ഒരു സന്തോഷം. അമ്മച്ചി ഇനി കമ്പനിയുടെ യുദ്ധം പഴശ്ശി കാണാൻ കിടക്കുന്നേ ഉള്ളല്ലേ അമ്മ? അങ്ങനെയല്ലല്ലോ, പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ കിടക്കുന്നേ ഉള്ളല്ലേ അമ്മ? അയ്യോ കൊള്ളാം. എന്തായാലും ഭംഗിയുണ്ട് അമ്മയ്ക്ക്. ചേരനുണ്ട്. വർക്കൗട്ട് എന്തായാലും തുടങ്ങണം. ഇതാണ് ഗൈസ് തുണ്ടിൽ ഭഗവതി ക്ഷേത്രം. നല്ല അടിപൊളി അഗ്നിക്കാവടിയാണ് ഇവിടെ. അമ്മ കറിയോ? അമ്മ കയറാൻ പോവായിരുന്നു. വെറുതെ ഒരു അമ്മ വിളിച്ച് കയറിക്കോന്ന് പറഞ്ഞ് ഞങ്ങൾ തൊഴുതിട്ടൊക്കെ വരാം. വടന്ത്യ സാധാരണ എല്ലാവരും കല്യാണമൊക്കെ ഉറപ്പിക്കുമ്പോ മോളില് ബീച്ചിലൊക്കെയാണ് പോണത്.
ഇവിടെ നീ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടാ. ഇന്നലെ ഇന്നലെ രാത്രി വിളിച്ചിട്ട് കിട്ടിയില്ല കേസ്, അവളോൾ ഉറങ്ങിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് സുൽത്താൻ്റെ അവിടെയൊക്കെ ഇരുന്ന് പരിപാടി ഉണ്ടായിരുന്നത്. സുൽത്താൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഉദ്ഘാടനത്തിന് പോയപ്പോഴത്തേക്കും ഒരു അമ്മൂമ്മ എന്നെ മാന്തി. സ്നേഹം, എനിക്ക് തിരിച്ച് സ്നേഹം മാത്രമേ ഉള്ളൂ. എന്താ ഇവിടെ ഇരിക്കണ രണ്ടുപേരും? ഇപ്പൊ മാമി സാരി, അമ്മ ചുരിദാറുമായി. എടീ പറയാണ്, നീ വന്ന കാരണം ഇപ്പം ചുരിദാറൊക്കെ ഇട്ട് തുടങ്ങി, അറിയാവോ? ആ അല്ല, നീ വന്നതിന് ശേഷമാണ് ഇങ്ങനെ മാറ്റങ്ങളൊക്കെയാണ്. നീ എന്താ പഴമൊഴിങ്ങണൊക്കെ കേൾക്കണ രാവിലെ? വല്ലാണ്ട് ഉറക്കം കൂടുന്നുണ്ട് കേട്ടോ നിനക്ക്. എന്താണ് വൈകുന്നേരം സാരി? പൂജയെല്ലാം നല്ലതായിട്ട് കഴിഞ്ഞില്ലേ അമ്മ? എൻ്റെ അടുത്ത് അമ്മ ഭക്ഷണം കഴിക്കണം, എന്തിനാ ഞാൻ തലയിൽ മുടിയിൽ പോയിക്കണേന്ന്. നമ്മളവിടെ ചേട്ടന്മാരൊക്കെ വെക്കൂലേ അമ്മ? അവിടെ നിന്ന് കിട്ടിയതാടി. അരളിപ്പൂ വിഷാംശമുള്ള പൂവെന്നാണ് പറയണത്, ചെവിയിൽ വെച്ചൂടാ. നിനക്കറിയാല്ലേ? ഗൂഗിളിൽ യൂട്യൂബിൽ കണ്ടോ നീ? നീ അരളി തിന്നരുത് കേട്ടാ. ഞാൻ കഴിക്കില്ല. ഓ അവൻ ഇടയ്ക്കൊക്കെ മൂടൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു അരളിയൊക്കെ പറിച്ചു തരും. കുട്ടനാട് പോയിരുന്നു, സൂപ്പർ സ്ഥലം, കിടിലം ഫുഡ്. അവർ പറയണ അവർക്ക് വർഷത്തിൽ 3 മാസം വെള്ളം കയറും. അപ്പോൾ ഈ ലെവലിന് വെള്ളമായിരിക്കും വീട്ടില്. അപ്പോൾ ഒരു വള്ളത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം. ഞാൻ പറഞ്ഞു, പക്ഷെ അവർക്കത് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. അയ്യോ ഞങ്ങൾ കാത്തിരിക്കുകയാണ് അടുത്ത വെള്ളം കയറാനായിട്ട്. ഇല്ലടാ സന്ധ്യ, വെള്ളം കയറാൻ വേണ്ടി കാത്തിരിക്കണം വീട്ടുകാർ. നിന്റെ മുഖത്ത് നല്ലൊരു കടുപ്പം ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ആണല്ലേ? പ്രോഗ്രാം കഴിഞ്ഞെത്തിയപ്പോ രാത്രിയായിപ്പോയി. എടാ എളിമേഷ് കുമാർ പിപി. വൈകുന്നേരം അപ്പം എത്ര മണിക്ക്? ഓ കല്യാണ ഒരുക്കങ്ങളൊക്കെ ഏതൊരാടാ? പിപി വിളിച്ചല്ല. അവനെ നോക്കരുത്, അവളെ മാത്രം നോക്ക. കാരണം അവൻ ഉഴപ്പനാണ്. പിപി അമ്മ പിപി നല്ലതായിട്ട് ചെയ്യോടാ അവള്. നിങ്ങളൊന്ന് കണ്ട് സെറ്റാകുമ്പോഴത്തേക്കും സെറ്റായിക്കോളും. ആ ഓക്കെ. അമ്പല പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി പതുക്കെ ഇറങ്ങട്ടെ ഗൈസ്. നമുക്ക് ഇറങ്ങാം. ജൂലൈ ഡേറ്റും ഒക്കെ ആയിട്ട് പൂജയ്ക്ക് ഉടനെ വരാം. ശരി, സന്തോഷം. പേരെന്നായിരുന്നു? രതീഷ്. ആ എൻ്റെ ഒരു പട്ടാളത്തിലുള്ള ഒരു കൂട്ടുകാരുണ്ട് രതീഷ്. ആ അതെ, അവനെ ഓർക്കണ്ട, ഞാൻ പോറ്റി ഓർത്തോളാം. ഓക്കെ, നിങ്ങൾ ഇറങ്ങട്ടെ. കോവിലും പോയി, അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലം കാണാൻ പോകണമായിരുന്നു ഗൈസ്. അതും കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കയറിയപ്പോ ലേറ്റ്. അങ്ങനെ നമ്മൾ ഊണ് വാങ്ങിച്ചോണ്ട് വന്നു. അങ്ങനെ ഇന്ന് കടയിലെ ഊണാണ്. എങ്ങനെയുണ്ടോ സാർ ഊണ്? കൊള്ളാവോ? ശ്രീകാന്ത് ഹോട്ടൽ അച്ഛ സ്ഥിരമായിട്ട് വാങ്ങണ കടയാണത്. നല്ല ഫുഡാണല്ലേ? അച്ഛ നേരത്തെ ഫോട്ടോഗ്രാഫിയും കല്യാണത്തിന് ഡയസിനെയും കുറിച്ച് എന്തോ പറയാനുണ്ടായിരുന്നു, അതൊന്ന് പറയുവോ? ഫോട്ടോഗ്രാഫിയും കല്യാണ ഡയസിനെ കുറിച്ചോ? കല്യാണ മണ്ഡപത്തില് ആരൊക്കെ നിക്കണം എന്നുള്ളൊരു സംഭവം സാധാരണ കണ്ടുവരാറുള്ളത്. ബന്ധുമിത്രാദികൾ ഇരുവശത്തും ഫോട്ടോഗ്രാഫർമാർ മൊത്തം കല്യാണ മണ്ഡപത്തിൽ പൊതി നിൽക്കുമ്പോൾ നമ്മൾ ക്ഷണിച്ചു വരുന്ന ആളുകൾക്ക് കല്യാണം നേരിട്ട് കാണാൻ സാധിക്കാറില്ല. 99% കല്യാണങ്ങൾ, അതായത് ഹിന്ദു മാരേജ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനൊരു മാറ്റം വരണം. കൃത്യമായിട്ട് ഡയസിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർ മാത്രം, അതായത് പെൺകുട്ടിയുടെ അച്ഛൻ, അമ്മ, പിന്നെ പയ്യന്റെ അച്ഛനും അമ്മ, ഒരു പൂജാരി, പിന്നെ നമ്മുടെ സമുദായത്തിന്റെ ഒരു മോണിയായിട്ടുള്ള SNDPയുടെ അവിടുത്തെ ശാഖാ സെക്രട്ടറി, ഇത്രയും പേര് മാത്രമേ ഡയസിൽ കാണും. കൂടാതെ താലികെട്ടിന് വേണ്ടി നിൽക്കുന്ന എൻ്റെ സഹോദരിമാരും കാണും. ഇത്രയും പേര് മാത്രമേ ഡയസിൽ നമ്മൾ
എന്റർടൈൻ ചെയ്യിപ്പിക്കുകയുള്ളൂ. അത് മാത്രമല്ല ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം അനുയോജ്യമായ സ്ഥലങ്ങളിൽ സ്ഥാനം പിടിച്ചോളണം. ഡയസിനകത്ത് വന്ന് പൊതി നിൽക്കാൻ പറ്റില്ല, അതിനനുവദിക്കാനില്ല. കാരണം നമ്മൾ വിളിച്ചു വരുത്തുന്നവർക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ ഗസ്റ്റിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അതൊരു നിഷ്ഠയായിട്ട് തന്നെ അച്ഛൻ ചെയ്യും. ഓക്കെ. അപ്പൊ സജു ബ്രോ ഈ പറഞ്ഞ സംഭവങ്ങൾക്ക് അനുസൃതമായിട്ട് നമുക്ക് ക്യാമറ ആൾക്കാരെ പൊസിഷൻ ചെയ്യണം. കാരണം ശരിയാണ്, ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ വരുന്നവർക്കും കൂടെ കാണണ്ടേ. കാരണം നോർമലി ഇപ്പോൾ എല്ലായിടത്തും LED വാളിൽ തന്നെയാണ് ആൾക്കാർ കല്യാണം കാണുന്നത്. അപ്പൊ അത് ഒരു ചേഞ്ച് കൊണ്ടുവരണം. അപ്പൊ അതിനുള്ള സ്ട്രാറ്റജിക് ആലോചനകൾ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അന്നേരം ഫോട്ടോഗ്രാഫേഴ്സിനെ പിടിച്ച് പുറത്താക്കിയെന്നും പറഞ്ഞ് പരാതി വരരുത്. ഇവന്മാര് ചന്തയും കൊണ്ട് ഒരു ഞായറങ്ങി പോകാൻ പറ്റും. അല്ല, അതുള്ളതാണ്. അച്ഛനാണെങ്കിൽ ഉള്ളതുപോലെ പറയും. അത് കാരണം ഒരുപാട് പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. അതും ചില്ലറൊന്നും അല്ല. കട്ട് ആൻഡ് റൈറ്റ് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയുന്ന ഒരു പ്രകൃതമാണ് അച്ഛൻ്റെത്. അത് എനിക്ക് മനസ്സിലാവും, അമ്മയ്ക്ക് മനസ്സിലാവും. പക്ഷെ പെട്ടെന്ന് ഒരാൾ കാണുകയാണെങ്കിൽ അത് അവർക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവില്ല. ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ്, സ്ട്രേറ്റ് ആസ് ആൻ ആരോ എന്നൊക്കെ പറയില്ലേ. അയ്യോ, അത് കാരണം അച്ഛന് ഒരുപാട് ശത്രുക്കളുണ്ട്. ശത്രുക്കൾക്കൊന്നും ഒരു കുറവുമില്ല. ശത്രുക്കളുള്ള നല്ലത് തന്നെയാണ്. അതെന്താ? അതങ്ങനെയാണത്. നമ്മൾ എപ്പോഴും കംഫർട്ട് സോണിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല. പറയാനുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അങ്ങനെ കല്യാണ വിശേഷങ്ങള് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വെന്യൂ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കോൺസെപ്റ്റാണ് നിങ്ങളുടെ അടുത്തൂടെ പറയാം. കല്യാണം നടക്കുന്നു, അത് കഴിഞ്ഞ് റിസപ്ഷൻ നടക്കുന്നു. നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള രീതിയിലും നമുക്ക് സെലിബ്രിറ്റീസ് എന്ന രീതിയിലും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാരെ പരിചയമുണ്ട്. അപ്പോൾ റിസപ്ഷനാണ് സാധാരണ എല്ലാവരും, റിസപ്ഷനും കല്യാണത്തിനും ചേർത്ത് എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞാൽ അവർക്കും ഒരു സഫോക്കേഷൻ ആയിരിക്കും, നമ്മൾ വിളിക്കുന്ന ആൾക്കാർക്കും അവർക്ക് പ്രയോറിറ്റി കിട്ടിയില്ല അവർക്കും അതൊരു ബുദ്ധിമുട്ടാവും, മറ്റവരെ ശ്രദ്ധിക്കാൻ പറ്റില്ല അവർക്കും ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇവർക്കെല്ലാം വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ഫംഗ്ഷൻ നടത്തിയാൽ കൊള്ളാം എന്നെന്റെ മനസ്സിൽ ഉണ്ട്. അതാവുമ്പോൾ നമ്മുടെ ബന്ധുക്കൾ വരുന്ന ഫംഗ്ഷന് ബന്ധുക്കൾക്ക് കംപ്ലീറ്റ് നമ്മൾ അറ്റൻഷനും കൊടുക്കാം, അവരുടെ അടുത്ത് കാര്യം പറയാം. മറ്റേ ഫംഗ്ഷന് ചെല്ലുമ്പോൾ സെലിബ്രിറ്റീസും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സും ബാക്കി നമ്മുടെ അങ്ങനെ വർക്ക് സർക്കിളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേറെ സെപ്പറേറ്റ് ഫംഗ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അവരെയും നമുക്ക് പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. അതെങ്ങനെ ഇരിക്കും വെച്ചാ ഒരു 50% അത് ഓക്കെയാണ്. പക്ഷേ ഈ സെലിബ്രിറ്റീസ് എന്ന് പറയുന്നവരെ സെലിബ്രിറ്റി ആക്കുന്നത് ഈ വരുന്ന ആൾക്കാരാണ്. അതത്രേ ഉള്ളൂ. അവരില്ലെങ്കിൽ സെലിബ്രിറ്റി ഇല്ല. അതെ, ആണ്. ഒരു കലാകാരന്റെ കഴിവുകൾ അംഗീകരിക്കപ്പെടുമ്പോഴാണ് അയാൾ സെലിബ്രിറ്റി ആയിട്ട് മാറുന്നത്. അതെ. അപ്പൊ അംഗീകരിക്കണമെങ്കിൽ അത്രയും മനസ്സുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും, കാണികളുണ്ടാവും. ആ കാണികളാണ് സാധാരണക്കാരായിട്ട് അവിടെ വരുന്നത്. അപ്പൊ അവരിൽ നിന്ന് വ്യത്യസ്തമായി ഇവർക്ക് വേറൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അവരെയും അധിക്ഷേപിക്കുന്ന തുല്യമല്ലേ എന്നുള്ള കാര്യം കൂടെ ഒന്ന് ആലോചിച്ചു നോക്കണം. അത് അല്ല, അത് കറക്റ്റാണ് അച്ഛാ. പക്ഷേ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കംപ്ലീറ്റ് സെലിബ്രിറ്റീസും വരുമ്പോൾ അവരെ കാണാനായിട്ട് ഒരു ഇടിച്ചു കയറ്റം, പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ഒരു ഇടിച്ചു കയറ്റം വരാൻ സാധ്യത നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മൾ നിയന്ത്രിക്കണം. കാര്യം സെലിബ്രിറ്റി വരുമ്പോൾ, സെലിബ്രിറ്റി കാണുന്ന ആൾക്കാർ വരുമ്പോൾ വരുന്ന സെലിബ്രിറ്റികൾക്ക് പരിക്കേൽക്കാതെ അവർക്ക് അവരുടെ പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ട് പോകേണ്ട നമ്മുടെ ബാധ്യതയാണ്. അതിന് അവരെ മാറ്റി നിർത്തി ചെയ്യുന്നതല്ല ശരി. ഇപ്പൊ അവര് വരുമ്പോ ഒരുപാട് പേര് ഇടിച്ചിട്ട് കയറി ഫോട്ടോ ഒക്കെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ട് വരില്ലേ? നമ്മൾ നിയന്ത്രിക്കണം. അത് നമ്മൾ നിയന്ത്രിക്കണം. എല്ലാരെയും കൂടെ നിയന്ത്രിക്കാൻ പറ്റുമോ? 10,000-3000 ആൾക്കാരെങ്കിലും വരുന്നതല്ലേ? സമയത്ത് അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഫംഗ്ഷന്റെ വിജയം എന്ന് പറയുന്നത്. കാരണം അച്ഛനും അമ്മയും എന്തായാലും ബന്ധുക്കളിൽ എൻഗേജ്ഡ് ആയിരിക്കും ആ സമയം. ഉറപ്പായിട്ടും. അപ്പോ ബന്ധുക്കൾ മാത്രമല്ല, നമ്മൾ വിളിച്ച നാട്ടുകാർ, ഓരോ വ്യക്തികളെയും നമ്മൾ ആ ഡ്യൂ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ കാണും. അതെ. പക്ഷെ അതൊരു പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്നറിയാം, ഒരു കല്യാണത്തിന് ഈ സ്വീകരിക്കാൻ ആള് കാണില്ല. കുറച്ച് സമയമൊക്കെ രക്ഷകർത്താക്കള് പയ്യന്റെയോ അമ്മയുടെയോ ഫംഗ്ഷൻ ആകുമ്പോൾ അവരങ്ങ് പോകും. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും വരുന്നവരെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അവരെ കാണുക, അവരെ വിഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒരു അതിഥിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ മര്യാദ. അത് 100% പാലിക്കണമെന്ന് എനിക്ക് മോളിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ വരുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ അത് മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതിനുള്ള സ്ട്രാറ്റജി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ആലോചിച്ച് നമുക്ക് അവർക്ക് അവിടെ പ്രൈവസി കീപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ നമുക്കതിനനുസരിച്ച് പ്ലാൻ മാറ്റാം. ഏതൊരു പ്ലാൻ ബിയും കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് സെലിബ്രിറ്റികളെ മാറ്റി നിർത്തി, അവർക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ മാറ്റി നിർത്തി, അവർക്ക് ഈ സെലിബ്രിറ്റിയും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഉണ്ടെന്ന് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് സെലിബ്രിറ്റി ആവുന്നത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ കാണാൻ വരും, സെൽഫി എടുക്കാനും വരും. അതൊരു അലോസരമായിട്ട് കാണരുത്. അച്ഛാ, അലോസരമായിട്ട് കാണുന്നതല്ല അച്ഛാ,
അതൊരു ബുദ്ധിമുട്ടായി മാറരുത്. അത് കാരണം ഞാനത് ഫോട്ടോ എടുക്കാൻ പോകുമ്പോഴൊക്കെ എനിക്കറിയാം ആൾക്കാരുടെ സ്നേഹം അതിനും മാത്രം ഉള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ ഒരു വയലന്റ് രീതിയിൽ സ്നേഹം കാണിക്കുന്നത്. അങ്ങനെ ആയിരിക്കും മോനെ. അപ്പൊ അച്ഛാ അത് ഒരു 12,000 ആൾക്കാരുടെ നടുക്ക് എല്ലാവരും ഇറക്കി വിടുമ്പോൾ ഇറക്കി വിടാൻ പറ്റില്ല. അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്യണം. അവർക്ക് മാറ്റി നിർത്തി അവർക്ക് ഒരു ട്രീറ്റ്മെന്റ് പിന്നെ വേറെ ദിവസം കൊടുക്കുക എന്നുള്ളതല്ല അതിന്റെ പോകാൻ വഴി. അതിന് ഇവിടെ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ആ ഓഡിറ്റോറിയം ആൾക്കാരുമായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ സെലിബ്രിറ്റീസിന് കൂടുതൽ പരിക്കേൽക്കാത്ത രീതിയിലും എന്നാൽ സെലിബ്രിറ്റീസിന് ഇവരെല്ലാം കാണത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ചെയ്യണം. അവിടെയല്ലേ നമ്മൾ ഫംഗ്ഷൻ നടത്തുന്നതിന്റെ വിജയം ഇരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം സെലിബ്രിറ്റി ആയിരുന്നാലും സാധാരണ നമ്മൾ വിളിക്കുന്ന ഗസ്റ്റ് ആയിരുന്നാലും ഒരേ ഇമ്പോർട്ടൻസേ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. അല്ലാതെ ഒരാൾ സെലിബ്രിറ്റി എന്ന് കരുതി സാധാരണക്കാരനെ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം ഞങ്ങളുണ്ടെങ്കിൽ ഈ സാധാരണക്കാരുണ്ടെങ്കിൽ സെലിബ്രിറ്റി ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവർക്കും ബുദ്ധിമുട്ട് വരരുത്. എന്നാൽ അവർ കാണാനുള്ളൊരു അവസരമെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്നൊരാഗ്രഹമാണ് എനിക്കുള്ളത്. അത് എത്രത്തോളം വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. അയ്യോ ടെൻഷനായി എനിക്ക്. ഇതെല്ലാം കൂടെ വർക്കൗട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ഒരു പരുവാവും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൂടെ പറയുക ഗൈസ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു ഫംഗ്ഷൻ വെക്കണോ അതോ അല്ല അവരും കൂടെ തീരുമാനിക്കട്ടെ. സെപ്പറേറ്റ് ആയിട്ടൊരു ഫംഗ്ഷൻ നടത്തണോ അതോ നമ്മുടെ റിസപ്ഷനിൽ തന്നെ ഇവരെല്ലാരും കൂടെ അക്കോമഡേറ്റ് ചെയ്യണമെന്ന്. കാരണം എനിക്ക് ടെൻഷൻ വന്നു പോയത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ട്. എനിക്ക് ടെൻഷൻ വന്നു പോയത് എൻഗേജ്മെന്റിന് നമ്മൾ 200 പേരെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് അവിടെ മൊത്തം 1000 പേരടുപ്പിച്ച് വന്ന് സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മള് 1000 അല്ലേ പക്ഷെ എത്ര പേരുണ്ടായിരുന്നു? ഏകദേശം 1000-ഓളം പേരുണ്ട്. 1000-ഓളം പേര് വന്ന് സദ്യ. 200 പേരെ നമ്മൾ വിളിച്ചപ്പോൾ 1000 പേര് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ അച്ഛൻ എല്ലാവരെയും ഹാൻഡിൽ ചെയ്യാനായിട്ട് നല്ലവണ്ണം കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോ നമ്മളൊരു 2000 പേരെ അടുപ്പിച്ച് കല്യാണം അല്ലെങ്കിൽ റിസപ്ഷൻ വിളിക്കുമ്പോൾ അവിടെ എത്ര പേര് വരും എന്ന് എനിക്ക് അറിയില്ല. അപ്പോ അങ്ങനെ വരുമ്പോ നമുക്ക് എല്ലാവരെയും ശ്രദ്ധിക്കണമല്ലോ. അച്ഛൻ പറഞ്ഞത് ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷെ എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന എല്ലാവർക്കും നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് സെലിബ്രിറ്റീസ് ആയാലും ശരി, ഇൻഫ്ലുവൻസേഴ്സ് ആയാലും ശരി, നമ്മുടെ സ്വന്തക്കാരായാലും നാട്ടുകാരായാലും ശരി. പക്ഷെ കൊടുക്കാൻ പറ്റണം. എല്ലാവർക്കും അവിടെ വെച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റണം. അതാണ് എൻ്റെ ഒരു ടെൻഷൻ. കാരണം എല്ലാവരും വന്ന് അതൊരു അവിയൽ പരുവായി പോവരുതേ എന്നുള്ളൊരിത് മാത്രമാണ് എന്റെ മനസ്സിലുള്ള. അല്ലാതെ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നും അല്ല ഇത്. അല്ലേ അച്ഛാ? അതും ഒരു പരിധി വരെ ശരിയാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ മാനേജ് ചെയ്യാൻ നമുക്ക് ആലോചിക്കാം. ഓഫ് ആൻഡ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ആലോചിച്ചതിന് ശേഷം മാത്രമേ നിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ അഭിപ്രായം കൂടെ ആരായി എന്ത് ചെയ്യണമെന്ന് അവരും കൂടെ പറയട്ടെ. അപ്പൊ നമുക്ക് അവർക്ക് വിട്ടുകൊടുക്കാം. അവര് പറയും എങ്ങനെ ചെയ്യണമെന്ന് അവര് പറയും. നമുക്ക് അതനുസരിച്ച് ചെയ്യാം. അവരാണല്ലോ ഇവരെ കാണാൻ വരുന്നത്. സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല നാട്ടുകാരും ഉണ്ടാവുമല്ലോ. നാട്ടുകാരും ബന്ധുക്കളും എല്ലാരും കാണൂലേ? കൈ നിന്നാ മതിയായിരുന്നു ഫംഗ്ഷൻ എല്ലാം കൂടെ. എനിക്ക് ടെൻഷൻ ആവണം. നീ ടെൻഷൻ ആവണ്ട. നീ കെട്ടാൻ വേണ്ടി അവിടെ നിന്നാ മതി. ഫംഗ്ഷൻ അവിടെ നിന്നാ മതി. ബാക്കി മാനേജ് ചെയ്യുന്നത് ഞങ്ങളല്ലേ? ആണല്ലേ? നിനക്ക് അവിടെ ഒരു റോളുമില്ല. നീ അവരെ സുധണ്ണ, സന്ദീപ്, ഗീഷണ്ണ, നമ്മുടെ എല്ലാ അണ്ണത്തിനും കൂടെ ചേർത്ത് ഞാൻ പറയാണ്. ഇവർക്ക് എല്ലാവർക്കും സ്പെസിഫിക് ആയിട്ടുള്ള റോൾസ് ഉണ്ടാവും. എല്ലാവരും എല്ലാം കിടന്ന് അലമ്പേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും ഓരോ റോൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി ചെയ്യുമെന്ന് എനിക്ക് വാക്ക് വന്നിട്ടുണ്ട് പലരും. അപ്പൊ അവരത് ചെയ്തോളും. അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരത് മാന്യമായിട്ട് ഭംഗിയായിട്ട് ചെയ്തോളും. നീ അവിടെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ടെൻഷൻ അടിച്ചിട്ടൊരു കാര്യമില്ല. താലി കിട്ടുമ്പോൾ കൈവറയ്ക്കാൻ നോക്കിയാൽ മതി. ഇല്ല, താലിയിട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ കിട്ടും. പക്ഷേ ഓക്കെ, നമുക്ക് നോക്കാം ഗൈസ്. ഇത് ഒന്നും ഫൈനൽ അല്ല. നമ്മള് ഗ്രൂപ്പ് ഡിസ്കഷൻ എൻ്റെ ഒരു ഐഡിയ ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പിച്ച് ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, ഇതിപ്പം ഒരുപാട് ലെങ്ത് ആയി പോയി ഗൈസ്. ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ, എനിക്ക് വിശക്കുന്നു. അച്ഛാ, സാധാരണ ആൾക്കാരൊക്കെ മുകളില് മറ്റേ അവിടെയൊക്കെ പോയാണ് മീറ്റ് ചെയ്യുന്നത്, കല്യാണം കഴിക്കാൻ പോകുന്ന കപ്പിൾസ്. ഞാനും പക്ഷെ അമ്പലം അല്ല മോളിലൊക്കെ പോകുമ്പോഴത്തേക്കാണ് ഡേറ്റിനൊക്കെ പോകുന്നത്. ഞങ്ങൾ അമ്പലത്തിലാണ് പോകുന്നത്. ആണല്ലേ? കല്യാണം എന്ന് പറയുന്നത് പരിഭാവനമായ ഒരു കർമ്മമല്ലേ? അതെ, അത് ആ പരിഭാവനയോട് ചെയ്യുന്നതല്ലേ നല്ലത്. അതെ അതെ. അപ്പൊ ഗൈസ്, ലവ് യു, ബൈ ബൈ. നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക ഗൈസ്. സത്യമായിട്ട് എനിക്ക് ഹെൽപ്പ് വേണം. കാരണം ഇത് നിങ്ങളുടെ സജഷൻസ് കൂടെ വേണം. പിന്നെ എനിക്ക് ഒരു ആഗ്രഹം കൂടെ ഉണ്ട്. അത് എനിക്ക് അറിയില്ല, പക്ഷെ എന്നാലും ഞാൻ അതും കൂടെ നിങ്ങളുടെ അടുത്ത് പറയാം. എന്തായാലും ഇത്രയും പറഞ്ഞതല്ലേ. ഇത് ഞാൻ ആരുടെ അടുത്തും പറഞ്ഞില്ല കേട്ടോ. വീട്ടിൽ ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നമ്മുടെ കല്യാണവും ഈ ഫംഗ്ഷനും ഒക്കെ കഴിഞ്ഞിട്ട് എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു ഇവന്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അപ്പോ കല്യാണത്തിന് എനിക്കറിയില്ല, കാരണം നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരുപാട് ആളായിപ്പോ. പക്ഷെ നിങ്ങളിവിടെ വന്നിട്ട് ഇത് കഴിഞ്ഞിട്ടൊരു ഇവന്റ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ ഇരിക്കും?
അതെ, അവിടെ അഭിപ്രായം ചോദിക്കാം. അപ്പോ നിങ്ങൾക്ക് കല്യാണം കൂടാനും പറ്റും. താലികെട്ടല്ല, അത് കഴിഞ്ഞിട്ട് റിസപ്ഷൻ പോലെ ഒരു ഫംഗ്ഷൻ ഞങ്ങളും നിങ്ങളുമായിട്ട് ഒരെണ്ണം ചെയ്തു കഴിഞ്ഞാൽ, എനിക്കറിയില്ല അത് അങ്ങനെ ഒരു താല്പര്യം എന്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ, പക്ഷെ അങ്ങനെ ഒരെണ്ണം ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നും എന്റെ മനസ്സിലുണ്ട്. അപ്പൊ എനിക്ക് വിളിക്കാൻ താല്പര്യമുണ്ട്. നിങ്ങൾ അതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്കിന്ന് ഒരുപാട് ഡിസ്കഷന്റെ സമയമാണ് ഗൈസ്. കമന്റ് ബോക്സിൽ ഞാൻ കമന്റ് ബോക്സിൽ സജീവമായി തന്നെ കാണും. അവിടെ വെച്ച് കാണാം. ലവ് യു, ബൈ ബൈ.